ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷനാണ്. സുപ്രീം കോടതിക്ക് കീഴിൽ ജൂനിയർ കോർട്ട് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ലെവൽ 6 പേ മെട്രിക്സിൽ ഉൾപ്പെടുന്ന ഈ പോസ്റ്റിന് ലഭിക്കുന്ന ഇനിഷ്യൽ ബേസിക് പേയ്മെൻറ്റ് 35,400 രൂപയാണ്. നിലവിലെ അലവൻസുകളും HR എല്ലാം ഉൾപ്പെടുത്തി അപ്രോക്സിമേറ്റ് മന്ത്ലി ഗ്രോസ് സാലറി വരുന്നത് 72,040 രൂപയാണ്. നിലവിൽ 241 വേക്കൻസിയാണുള്ളത്. വേക്കൻസിയുടെ എണ്ണത്തിൽ വേരിയേഷൻ വന്നേക്കാം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഡിഗ്രി പാസ്സായിരിക്കണം. കൂടാതെ മിനിമം സ്പീഡ് ഓഫ് 35 വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഓൺ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷനിൽ നോളജും ഉണ്ടായിരിക്കണം. 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. റിസർവ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതായിരിക്കും. ഈ പോസ്റ്റിലേക്ക് ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടൺ ടെസ്റ്റ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് നടത്തും. റിട്ടൺ ടെസ്റ്റിൽ 50 മാർക്കിൻ്റെ ജനറൽ ഇംഗ്ലീഷ് ആൻഡ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ്, 25 മാർക്കിൻ്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് 25 മാർക്കിൻ്റെ GK ക്വസ്റ്റ്യൻസും കമ്പ്യൂട്ടർ നോളജിൻ്റെ ഭാഗത്തു നിന്നും 25 ക്വസ്റ്റ്യൻസും അടങ്ങുന്ന റിട്ടൺ ടെസ്റ്റ് 2 മണിക്കൂറാണ് ഇതിന് സമയമുണ്ടാവുക. ഇതിൽ പാസ്സാകുന്നവരെ ആയിരിക്കും ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റിനും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിനും വിളിക്കുന്നത്. ഈ ടെസ്റ്റുകളും വിജയിച്ചു കഴിഞ്ഞാൽ ശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ദെൻ സെലക്റ്റഡ് ആവുന്നവർക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. www.sci.gov.in എന്ന സുപ്രീം കോർട്ട് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് മാർച്ച് മാസം 8-ാം തീയതി വരെയാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 1000 രൂപയാണ് ഫീസ് വരുന്നത്. SC ST എക്സ് സർവീസ്മാൻ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ഓർ ഫ്രീഡം ഫൈറ്റേഴ്സ് കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ഫീസ് വരുന്നത്. ഇത് നോൺ റീഫണ്ടബിൾ ആണ്. എക്സാമിനേഷൻ ഡേറ്റും മറ്റ് അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ www.sci.gov.in എന്ന സുപ്രീം കോർട്ട് വെബ്സൈറ്റ് വഴി നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ ID-യിലേക്കും SMS-ഉം മെയിലായും അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും. സോ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ ആക്റ്റീവായിട്ടുള്ള മെയിൽ ID-യും മൊബൈൽ നമ്പറും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.